നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥവത്താക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വിവാഹിതരായിരിക്കാം, അവിവാഹിതരായിരിക്കാം, നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതം അർത്ഥവത്താക്കാൻ സാധിക്കും ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് നമ്മൾ ജീവിക്കുകയാണ്. ഇന്നത്തെ വായനകളുടെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. നമുക്കറിയാം, ഇസ്രായേൽക്കാര് വിജയം കണ്ടതെല്ലാം ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത്. ഇസ്രായേൽക്കാര് പരാജയം കാണേണ്ടി വന്നത് ദൈവം അവരിൽ നിന്നും വിട്ടുനിന്ന സമയത്ത്. പറയുണ്ട്, ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നപ്പോഴെല്ലാം അവരുടെ ജീവിതത്തിൽ വിജയം വരിക്കാൻ അവർക്ക് സാധിച്ചു. നമ്മൾ കാണുന്നുണ്ട്, 1 സാമുവേൽ 18:14 വായിക്കുമ്പോൾ, ദാവീദ് എവിടെയെല്ലാം പോയോ കർത്താവ് അവൻ്റെ കൂടെ പോയി. അവൻ്റെ എല്ലാ സംരംഭങ്ങളെയും കർത്താവ് വിജയിപ്പിക്കുകയും ചെയ്തു. ഇനി അതിന് നമുക്കറിയാം, കർത്താവ് തന്നെ പറഞ്ഞാണ് ദാവീദിനെ കുറിച്ച്, എൻ്റെ ഹൃദയത്തിന് ഇണങ്ങുന്ന ഒരു പ്രവാചകൻ. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം മനസ്സിലാക്കി അതനുസരിച്ച് നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ദൈവേഷ്ടം നിറവേറ്റാതെ ദൈവം നമ്മുടെ കൂടെ വരണം എന്ന് അലറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അശുദ്ധാത്മാവ് അലറി വിളിച്ചതുപോലെയായി. ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ വരും. നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും ദൈവം ഏറ്റെടുത്ത് വിജയിപ്പിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തോട് ദൈവം സംസാരിച്ചുകൊണ്ട് ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവസാന്നിധ്യം വെളിപ്പെട്ടത് ആ മല കുലുങ്ങി. ആ മല മുഴുവൻ പുക കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ടാണ് ഇനി ദൈവം സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല, ആ ദൈവം സംസാരിക്കാതിരിക്കട്ടെ എന്ന് പോലും അവർ പറഞ്ഞു പോയത്. അതുകൊണ്ട് ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മൾ ഈ ദൈവത്തെ കൊച്ചാക്കരുത്. ദൈവം സർവശക്തനായ ദൈവം. നമ്മളൊക്കെ നോക്കിയിട്ട് നമ്മുടെ എല്ലാ കഴിവും ഉപയോഗിച്ച് നോക്കിയിട്ട് നടക്കാത്ത കാര്യം നടക്കില്ലെന്ന് പറയുന്നു. കാരണം അവിടെ ദൈവത്തെ നമ്മൾ കൊച്ചാക്കുകയാണ്. ദൈവത്തിൻ്റെ ആ ഒരു പ്രവർത്തനവും ശക്തിയും നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. എനിക്ക് പറ്റാത്തത് എൻ്റെ ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ടാണ് ലൂക്കാ 18:27 വായിച്ചാൽ അതിൻ്റെ സന്ദേശം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവകൃപ ലഭിച്ചവർക്ക് സാധ്യമാണ്. ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട്, മോശയെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിച്ചത് ഈ കാനാൻ ദേശത്തെ തേനും പാലും ഒന്നുമല്ല. അതേക്കുറിച്ച് കർത്താവ് സൂചിപ്പിച്ചപ്പോഴും മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് ഞങ്ങൾക്ക് അതിനേക്കാളൊക്കെ വിലപ്പെട്ടത് അങ്ങയുടെ സാന്നിധ്യമാണ്. അങ്ങ് ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണ്ട. അതാണ് പുറപ്പാട് 33:15-16 വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുക. മോശ ഇഷ്ടപ്പെട്ടത് തേനിനേക്കാൾ പാലിനേക്കാൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. നമ്മൾ ചിലപ്പം പ്രാർത്ഥിക്കുന്നതും പള്ളിയിൽ പോകുന്നതും ആത്മീയ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കാമെന്ന് വിചാരിക്കുന്നത്, ഇല്ലെങ്കിൽ വല്ല കടബാധ്യതയും വന്നെങ്കിലോ, ഇല്ലെങ്കിൽ ഉള്ള സമ്പത്തോടെ നഷ്ടപ്പെട്ടെങ്കിലോ, ഇല്ലെങ്കിൽ വല്ല രോഗം പിടിപെട്ടെങ്കിലോ, അതെല്ലാം ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന ആ ഒരു രീതി നമ്മൾ കണ്ടെന്ന് വരും. പ്രിയപ്പെട്ട, നമുക്ക് ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. നമുക്കൊന്നിനും ഒരു കുറവും വരാത്ത വിധം ദൈവം നമ്മെ പരിപാലിച്ച് നയിക്കുന്ന അനുഭവം നമുക്കുണ്ടാവും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നത് പോലെ സത്യപ്രവാചകന്റെ സ്വരം ശ്രവിക്കണം. വ്യാജപ്രവാചകന്റെ സ്വരമല്ല. നമുക്ക് നമ്മുടെ ചുറ്റും ഒരുപാട് വ്യക്തികളുണ്ട്. നമുക്ക് നേർവഴി പറഞ്ഞു തരുന്നവരുമുണ്ട്, നേർവഴിയിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ നോക്കുന്നവരുമുണ്ട്. പറയുണ്ട്, നമുക്ക് വിവേകം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം. വിവേകപൂർവ്വം ഓരോ ചുവടുവയ്പും നമുക്ക് നടത്താൻ പറ്റും. ജെറമിയ 23-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്നത് വ്യാജപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അവര് തെറ്റായ രീതിയിൽ ജനങ്ങൾക്ക് വ്യാമോഹം നൽകി. ദൈവം പറയാത്ത കാര്യം ദൈവം പറഞ്ഞാന്ന് പറഞ്ഞു. ഇനി അതിനുള്ള ശിക്ഷ ദൈവം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെ കാഞ്ഞിരം തീറ്റിക്കും, ഞാൻ അവരെ വിഷം കുടിപ്പിക്കും. അപ്പൊ ഈ പാപത്തിനുള്ള ശിക്ഷ
ചെറുതല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അതുപോലെ തന്നെ വ്യാജ പ്രവാചകന്മാരെ കേട്ട് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിച്ചാൽ, വിശ്വാസത്തിന് നിരക്കാത്ത കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ കടത്തിവിട്ടാൽ നമുക്ക് സംഭവിക്കാവുന്നത് എന്നാണെന്ന് ഇവിടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പറയുണ്ട്, സത്യത്തെ വ്യാജത്തിൽ നിന്ന് വേർതിരിച്ച് കാണാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം കണ്ണടച്ച് വിശ്വസിച്ച് നമുക്കത് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റും. വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം കണ്ണടച്ച് വിശ്വസിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റി മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കും. പക്ഷെ എല്ലാവരും പറയുന്ന കാര്യം അല്ല. പറയുണ്ട്, വ്യാജത്തെ സത്യത്തിൽ നിന്ന് വേർതിരിച്ച് കണ്ട് വ്യാജം ഉപേക്ഷിച്ച് സത്യം നമുക്ക് ഏറ്റെടുത്ത് ജീവിക്കാൻ സാധിക്കണം. അപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്കുണ്ടാകുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. മൂന്നാമതൊരു കാര്യമുണ്ട്, ദൈവം ആവശ്യപ്പെടുന്ന, നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആത്മീയ അധികാരം. ആത്മീയ അധികാരം. പഴയ നിയമത്തിൽ മോശയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് ഈ അധികാരം കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആൾക്കാരെ ഈ വിക്കനായ മനുഷ്യന് നയിക്കാൻ പറ്റും. അവരുടെയൊക്കെ മുമ്പിൽ ശക്തനായ ഒരു നേതാവായിട്ട്, അത് വെടിക്കെട്ട് പ്രസംഗം പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, അദ്ദേഹത്തിനൊരു ആത്മീയ അധികാരം ഉണ്ടായിരുന്നു. ഈ അധികാരം മോശയ്ക്ക് ലഭിച്ചത് ദൈവം പറഞ്ഞ് സകല കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ മോശ നിറവേറ്റി. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മോശ ആവശ്യപ്പെട്ട സകല കാര്യങ്ങളും ദൈവം നടത്തുന്നതും കാണാൻ പറ്റും. ഉള്ള പുറപ്പാട് പുസ്തകം 6-7 അധ്യായങ്ങളൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് അവിടെ കാണാൻ പറ്റും. ദൈവം പറഞ്ഞത് മോശ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചപ്പോൾ മോശ പറഞ്ഞ കാര്യം ദൈവവും അനുസരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ എത്രമാത്രം കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നോ, എത്രമാത്രം കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നോ, അതനുസരിച്ചാണ് നമുക്ക് ഈ ആത്മീയ അധികാരം ഉണ്ടാകുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കേട്ട ഒരു കാര്യമാണ്, യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, യേശു പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനെ കണ്ടവരും കേട്ടവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനിൽ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അധികാരമുള്ളവനെ പോലെയാണ് ഇവൻ പഠിപ്പിക്കുന്നത്. ആത്മീയ അധികാരം യേശുവിനുണ്ടായിരുന്നു. ഇനി ആ അധികാരം യേശുവിനുണ്ടായത് എങ്ങനെയാണെന്ന്, അതൊരു കോഴ്സ് പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചൊന്നുമല്ല. യേശു ജീവിച്ച കാര്യങ്ങളാണ് യേശു പഠിപ്പിച്ചത്. പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് യേശു പഠിപ്പിച്ചത്. മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഉതകുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതാണ് പഠിപ്പിച്ചത്. അല്ലാതെ സ്വന്തം ഇഷ്ടം അനുസരിച്ചോ സ്വന്തം നേട്ടത്തിന് വേണ്ടിയോ യേശു ഒരു കാര്യവും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ആത്മീയ അധികാരമുണ്ടാവും. മാതാപിതാക്കളെ, നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, മക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു ആത്മീയ അധികാരമുണ്ടോ? ജീവിത പങ്കാളിയുടെ മുമ്പിൽ നിങ്ങൾക്ക് ഒരു ആത്മീയ അധികാരമുണ്ടോ? എനിക്കറിയാം, ഒരപ്പൻ വളരെ നിസ്സഹായാവസ്ഥയിൽ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ മകൾക്കൊരു ഉപദേശം കൊടുത്തു, പ്രേമത്തിൽ വീണ ആ സാഹചര്യത്തിൽ. പക്ഷെ അങ്ങനെ കൊടുത്തപ്പോൾ അവൾ തിരിച്ചെന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, വാട്ട് ഡിഡ് യു ഡു? നിങ്ങളെന്താ ചെയ്തേ? ഞാൻ മനുഷ്യനും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അതുകൊണ്ട് ഈ മക്കള് തിരിച്ച് അപ്പനോട് ചോദിച്ചൊരു കാര്യം പറയുണ്ട്, പ്രാർത്ഥനയില്ലാത്ത മാതാപിതാക്കൾക്ക് മക്കളെ എങ്ങനെ പ്രാർത്ഥിപ്പിക്കാൻ പറ്റും? അതല്ലെങ്കിൽ നന്മ ചെയ്യാത്ത മാതാപിതാക്കൾക്ക് മക്കളെ എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? അവർക്ക് നന്മയില്ല എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റും? ആത്മീയ അധികാരമുള്ള മാതാപിതാക്കളെയാണ് ഇന്നത്തെ ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. അതല്ല നമ്മള് മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്ത് ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. ആത്മീയ അധികാരം അത് നമുക്കുണ്ടാകണം. ഇനി അതുള്ള മാതാപിതാക്കൾക്ക്, അതുള്ള ആത്മീയ ഗുരുക്കന്മാർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ രണ്ടാം വായന നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കാൻ പറ്റും. വിവാഹിതരെയും അവിവാഹിതരെയും വേർതിരിച്ച് കാണിച്ച് പൗലോസ്ലീഹ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഇന്നത്തെ രണ്ടാം വായനയിൽ നമ്മൾ കേട്ടത്. വിവാഹിതരെ, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളിയെ പ്രീതിപ്പെടുത്താനുള്ള പരിശ്രമത്തിലായി. പക്ഷേ അവിവാഹിതരെ സംബന്ധിച്ചിടത്തോളം ദൈവിക കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാൻ പറ്റും. ഇനി നമുക്ക് വിവാഹിതരാണെങ്കിലും ദൈവത്തെ പ്രീതിപ്പെടുത്താം, ജീവിത പങ്കാളിയെ അവരോടുള്ള കടമകൾ നിറവേറ്റി നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും.
അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിവേകം, ദൈവാനുഭവമാണ്. ദൈവത്തെ അനുഭവിച്ച ഒരു വ്യക്തിക്ക് ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ വളരെ എളുപ്പമാണ്. ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ദമ്പതിമാരുടെ ഇടയിൽ വരികയും അത് പെട്ടെന്ന് ഡിവോഴ്സിന്റെ വക്കിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നതിന്റെ കാരണം നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് ആഴമായ ഒരു ദൈവാനുഭവം ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത പങ്കാളിയെ ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായി. ചെറിയ ചെറിയ കാര്യത്തിന് പോലും അവർക്കെതിരെ സംസാരിക്കുന്ന, അത് പിന്നെ രൂക്ഷമായിട്ട് അവസാനം വിവാഹമോചനത്തിന്റെ വക്കിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ പറയുണ്ട്. അവിവാഹിതനാണെങ്കിലും വിവാഹിതനാണെങ്കിലും നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ദൈവാനുഭവം. ദൈവം അവരുടെ കൂടെ ഉണ്ടാകണം, ദൈവത്തിന് സ്ഥാനം അവരുടെ കുടുംബത്തിൽ ഉണ്ടാകണം. അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അവസാനത്തെ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹമുള്ള ഒരു ഹൃദയം, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം, ജീവിത പങ്കാളിയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം, അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ ഇങ്ങനെയൊരു ഹൃദയത്തിന്റെ ഉടമയാകാനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് നല്ലതാണ്. സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ ഒരു ഹൃദയത്തിന്റെ ഉടമയാണെങ്കിൽ ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റും, ദൈവത്തിന്റെ ആ ഒരു സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാൻ സാധിക്കും. അതിന്റെ ഭാഗമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും.